ഹായ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ജൂലൈ 31 അല്ലെങ്കിൽ ആഗസ്റ്റ് 31 നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആളുകളുടെ കേസിൽ. അപ്പോൾ ബിസിനസ് ഇൻകം ഒന്നും ഇല്ല അങ്ങനെയൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലാണ് ജൂലൈ 31 വരുന്നത്. അതല്ല, നിങ്ങൾക്കൊരു ബിസിനസ് ഇൻകം ഉണ്ട്. ബിസിനസ് ഇൻകം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുകയാണ്, ഇൻട്രാഡേ അല്ലെങ്കിൽ FNO ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോരുത്തർക്കും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാ സംശയങ്ങളും നമ്മളിന്ന് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് അഞ്ജു ആണ്, എൻ്റെ ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പോൾ വെൽക്കം അഞ്ജു. താങ്ക് യു സർ. നമ്മളെല്ലാവരും ഇപ്പോൾ തിരക്കിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീസണാണ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സീസണാണ്. ഒരാൾ എപ്പോഴാണ് അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുന്നത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്, ഒരാളുടെ ഒരു വരുമാനം ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോഴാണ് ആൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ വരുമാനം നമ്മളുടെ ന്യൂ ടാക്സ് റെജീം പ്രകാരമാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ കഴിഞ്ഞു എന്ന് വിചാരിക്കും. അതായത് ഒരാൾക്ക് വരുമാനം 4 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലുണ്ട്. അപ്പോൾ ഇതാണ് കോമൺലി ഉള്ള ഒരു റൂൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരാളുടെ വരുമാനം 4 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ആൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി ആൾ ഓൾഡ് ടാക്സ് റെജീമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് വരുന്നത് 2.5 ലക്ഷമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ന്യൂ ടാക്സ് റെജീമാണ് എടുക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ 4 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ ആൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇതാണ് ജനറലി ഉള്ളൊരു റൂൾ, അതാണ്. പക്ഷേ ഇതല്ലാതെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ പഴയ 1961 ആക്ടിൽ സെക്ഷൻ 139 പ്രകാരം വേറെയും ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ കറണ്ട് ബില്ലുണ്ടല്ലോ, കറണ്ട് ബില്ല് 1 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലാണെന്ന് വിചാരിക്കും. ഒരു വർഷം അദ്ദേഹം അടച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലാണെങ്കിൽ അവിടെ മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി വേറൊരു സിറ്റുവേഷൻ ഉള്ളത്, ഒരാൾ ഫോറിൻ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരുപാട് ഫോറിൻ ട്രിപ്പൊക്കെ പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ. അപ്പോൾ ഇദ്ദേഹം ഫോറിൻ ട്രിപ്പ് പോയിട്ടുണ്ട്, 2 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ഫോറിൻ ട്രിപ്പിൽ വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി മറ്റൊരു സെനാരിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ TDS പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് TDS പിടിച്ചിട്ടുണ്ട്. സാധാരണ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 25,000, അതല്ല സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 50,000 രൂപയൊക്കെ TDS പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിലും അദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് മാൻഡേറ്ററി ആണ്. ഇനി വേറൊരു സിറ്റുവേഷൻ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഇപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ കറണ്ട് അക്കൗണ്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 50 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നായിരിക്കും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അങ്ങനെയാണെങ്കിൽ അത് മാൻഡേറ്ററി ആണ്, അദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 1 crore ആണ് അതിൻ്റെ ലിമിറ്റ് വരുന്നത്. അപ്പോൾ അവിടെ അതും മാൻഡേറ്ററി ആണ്. ഇപ്പോൾ 1 കോടി രൂപയെക്കാട്ടും കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് കറണ്ട് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് വീണ്ടും വരുന്നുണ്ട്. അല്ലാതെ നമ്മുടെ 4 lakhs എന്നുള്ളൊരു ലിമിറ്റ് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, വേറെ ഒരുപാട് കണ്ടീഷൻസ് വീണ്ടും വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ 60 lakhs ആണെന്നുണ്ടെങ്കിൽ അത് മാൻഡേറ്ററി ആണ്. ഇനി പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ റിസീപ്റ്റ്സ് 10 lakhs മേലെയാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററി ആണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുകയാണ്, അപ്പോൾ ആ കേസിലൊരു ലോസ് വരികയാണെന്ന് വിചാരിക്കും. ലോസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അത് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ല, നമുക്കൊരു നോട്ടീസ് വരാതിരിക്കാനുള്ളൊരു സിറ്റുവേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഹെവി ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ 4 lakhs എന്ന് പറയുന്ന ഒരു ജനറൽ ഒരു ലിമിറ്റ് മാത്രമാണ്. അതല്ലാതെ തന്നെ ഒരുപാട് സെനാരിയോയിൽ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റീഫണ്ട് കിട്ടണം എന്ന് വെച്ചാൽ ഒരു വരുമാനമില്ല, പക്ഷേ ഒരു 10,000 രൂപ റീഫണ്ട് കിട്ടാനുണ്ടെന്ന് വിചാരിക്കും. റിട്ടേൺ ഫയൽ ചെയ്താലല്ലേ റീഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ജനറലി ഈ ഒരു സിറ്റുവേഷനുകളിലൊക്കെ ഒരാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലയബിളാണ്. പിന്നീട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്, ഏത് ഫോമാണ് അവർക്ക് അപ്ലിക്കബിൾ ആവുക എന്നുള്ളത്. ഫോം 1 ആണോ 2 ആണോ, ഏത് ഫോം അവർക്ക് അപ്ലിക്കബിൾ ആവുക എന്നുള്ളത് അവർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ ഫോം സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ വരുമാനമാണ്, എന്ത് തരത്തിലുള്ള വരുമാനമാണ് ഒരാൾക്ക് ലഭിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഏത് ഫോം സെലക്ട് ചെയ്യണം എന്നുള്ളത്. ഉദാഹരണത്തിന് ITR 1 എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഫോമും. അപ്പോൾ ഇത് എല്ലാവർക്കും ITR 1 ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ITR 1 ആർക്കാണ് ഫയൽ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. ITR 1 ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വരുമാനം സാലറി ഒക്കെയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ ഇത് മാത്രമേ ഉള്ളൂ.
അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇൻകം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിവിഡൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് ഇൻകോ ഡിവിഡൻറ്റോ ഇങ്ങനെയൊക്കെയുള്ള വരുമാനങ്ങളുണ്ട്. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള വരുമാനം, ചിലപ്പോൾ ഒന്ന് സെൽഫ് ഒക്യുപ്പൈഡ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലെറ്റ് ഔട്ട് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ 2 ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, അതായത് ഒരു വാടക വരുമാനം 2 പ്രോപ്പർട്ടിയിൽ നിന്നുണ്ട് എന്ന് വിചാരിക്കും. ഇനി അഗ്രികൾച്ചർ ഇൻകം ആണ് ഉള്ളത്, അത് 5000 രൂപയെക്കാട്ടും കുറവാണ് എന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപയെക്കാട്ടും താഴെയാണ് ഒരാളുടെ വരുമാനം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ITR 1 ഫയൽ ചെയ്യാം. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വേറെ അധികം വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഒന്നുമില്ല, കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, കുറച്ച് ഡിവിഡൻഡ് ഇൻകം ഉണ്ട്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ITR 1 ആണ് ഫയൽ ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് ഫയൽ ചെയ്യാൻ പറ്റുന്ന ഫോമാണ്. ഇനി ഇതിൻ്റെ കൂടെ ഇതല്ലാതെ ITR 2 എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോമുണ്ട്. അപ്പോൾ ITR 2 ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ ആവാമെന്ന് നമുക്ക് നോക്കാം. ITR 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഒരു ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു ITR റിട്ടേൺ എന്ന് പറയാം നമുക്ക്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ വരുമാനം അല്ലാതെ അദ്ദേഹത്തിന് ഒരു ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ടെന്നായിരിക്കും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വരുമാനത്തിൽ സാലറി 50 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലുണ്ട്, അല്ലെങ്കിൽ ആളുടെ മൊത്തം വരുമാനം 50 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലുണ്ടെങ്കിൽ ITR 2 ആണ് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വേറൊരു സിറ്റുവേഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ITR 1 ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം റെസിഡൻ്റ് ആയിരിക്കണം എന്നുണ്ട്. അപ്പോൾ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഇദ്ദേഹത്തിന് ആകെ കുറച്ച് പലിശ വരുമാനമേ മാത്രമേ ഉള്ളൂ. പക്ഷേ ITR 1 ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ITR 2 തന്നെ ഓപ്റ്റ് ചെയ്യണം. അപ്പോൾ നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ITR 2 ആണ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുമാത്രമല്ല ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 2-ൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള വരുമാനമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ITR 2 മാൻഡേറ്ററി ആണ്. ഇതാണ് ITR 2 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ റിട്ടേൺ എന്നുള്ളൊരു ആംഗിളിലാണ് മെയിൻലി വരുന്നത്. ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ITR 1 ഉം 2 എന്ന് പറയുന്നത് ഐദർ സാലറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, 2 എന്ന് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ റിട്ടേണുകൾ. അതേപോലെ തന്നെ സെക്ഷൻ 194N എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ പലപ്പോഴും ബാങ്കിൽ നിന്നൊക്കെ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ TDS പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ഫയൽ ചെയ്യേണ്ടത് ITR 2 എന്നുള്ളൊരു ഫോമാണ്. ഇനി ITR 3 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ITR 3 അല്ലെങ്കിൽ ITR 4 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ് റിട്ടേൺ ആണ്. അതായത് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ റിട്ടേൺ ആണ് ITR 3 അല്ലെങ്കിൽ ITR 4 വരുന്നത്. ITR 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രിസെംപ്റ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യുന്ന ആളുകളുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിട്ടേൺ ആണ് ITR 4 എന്ന് പറയുന്നത്. അപ്പോൾ അതിനും ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. നിങ്ങളുടെ ടേൺ ഓവർ 2 കോടിക്ക് താഴെ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ 3 കോടിക്ക് താഴെയാണെങ്കിൽ പോലും ഫയൽ ചെയ്യാം. 95% ഓഫ് ട്രാൻസാക്ഷൻസ് ഈ റെസിപ്റ്റ്സ് ബാങ്കിങ്ങിൽ കൂടെ ആയിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ITR 4 എന്നുള്ള ഫോം ഓപ്റ്റ് ചെയ്യാം. ഇതല്ല നിങ്ങളൊരു പ്രൊഫഷണൽ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ITR 4 ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഡോക്ടേഴ്സാണ്, എഞ്ചിനീയേഴ്സാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസോ അഡ്വക്കേറ്റ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ITR 4 പ്രൊഫഷണൽ ഇൻകം കാണിച്ചുകൊണ്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്നുമല്ല, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഇപ്പോൾ ഒരു ടാക്സ് ഓഡിറ്റ് വരുന്ന കേസാണ്, നമുക്ക് ITR 4 ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതായത് ബിസിനസ് റിട്ടേൺ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ITR 4 എന്ന് പറയുന്നത് ITR 3 എന്ന് പറയുന്നത് 3ലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 1 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള സാലറീഡ് ആയിട്ടുള്ള റിട്ടേൺ. ദെൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു ഫ്ലേവർ അവിടെ വരാനായിട്ട് സാധ്യതയുണ്ട്. 4 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിസെംപ്റ്റീവ് ടാക്സേഷൻ്റെ റിട്ടേൺ ആണ്. ITR 3 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ്. പിന്നീട് നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ ഓഫീസിലേക്കായാലും ക്ലയൻറ്റ്സ് എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവരെല്ലാവരും ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങൾക്ക് 12 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളൂ, അപ്പോൾ ഞങ്ങൾക്ക് ടാക്സ് ഒന്നും അടയ്ക്കാനായിട്ട് വരില്ലല്ലോ എന്ന്. ശരിക്കും എല്ലാ സിറ്റുവേഷൻസിലും അങ്ങനെ തന്നെയാണോ? 12 ലക്ഷത്തിൽ താഴെ ഇൻകം വരുന്ന ഒരാൾക്ക് ടാക്സ് വരെയില്ലേ? അതൊരു തെറ്റിദ്ധാരണയാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇപ്പോൾ 12 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും അങ്ങനെ സംഭവിക്കാനായിട്ട് സാധ്യതയില്ല. അതിലൊരു റീസൺ എന്ന് പറയുന്നത് ഈ 12 ലക്ഷം രൂപയെക്കാട്ടും താഴെ ഉള്ള ടാക്സ് ഇല്ല എന്ന് പറയുന്ന ആ ടാക്സ് എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ റേറ്റിലാണ് ടാക്സ് വരണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അത് അപ്ലിക്കബിൾ അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ക്യാപിറ്റൽ ഗെയിനിന് ചിലപ്പോൾ 20% വരുന്ന, അതിപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 20% വരുന്നുണ്ട്. ഇപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനാണെങ്കിലാണ് 12.5% വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വരുമാനം, ഒരാളുടെ വരുമാനം 12 ലക്ഷത്തിൽ താഴെയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ 4 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ സാലറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വരുമാനങ്ങൾ, 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ 6 ലക്ഷം രൂപ ഉള്ള ക്യാപിറ്റൽ ഗെയിനിന് ഇദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ 12 ലക്ഷത്തിൽ താഴെയാണ് എന്ന് വിചാരിച്ചിട്ട് ടാക്സ് അടയ്ക്കാത്ത സിറ്റുവേഷനൊന്നും വരണമൊന്നുമില്ല. ടാക്സ് അടയ്ക്കേണ്ടി വരാനായിട്ട് സാധ്യതകളുണ്ട് അവിടെ. ഇപ്പോൾ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ ഒരുപാട് നാളായിട്ട് പുറത്താണ് ജോലി ചെയ്യാണ്, ഇപ്പോൾ NRI ആയിട്ടുള്ള ഒരാളാണ്, അവർക്ക് ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ? നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ പഞ്ചു നേരത്തെ ചോദിച്ച പോലെ ഒരാൾ നോൺ റെസിഡൻ്റ് ആണ്, അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ നാട്ടിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ ഫയൽ ചെയ്താൽ മതി.
അപ്പോൾ നാട്ടിലുള്ള വരുമാനം തന്നെ സേ 4 ലക്ഷത്തിൽ താഴെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റെൻ്റൽ ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പലിശ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് 4 ലക്ഷത്തിലും താഴെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്യണ്ട. പക്ഷേ 4 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഫയൽ ചെയ്യണം. പക്ഷേ ചില സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. അദ്ദേഹത്തിന് ഒരു നോൺ റെസിഡൻ്റ് ആണ്, അപ്പോൾ അദ്ദേഹം ഇക്വിറ്റിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിലൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആകെ 1 ലക്ഷം രൂപയായിരിക്കും ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. കാരണം അവിടെ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ക്യാപിറ്റൽ ഗെയിനിന് ബേസിക് എക്സംഷൻ കിട്ടില്ല. അതായത് ഇദ്ദേഹത്തിന് 10 രൂപയാണെങ്കിൽ പോലും അല്ലെങ്കിൽ 1 രൂപയാണെങ്കിൽ പോലും അവിടെ ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്ന് അർത്ഥം. അദ്ദേഹത്തിന് റെസിഡൻസിന് പോലെ കിട്ടുന്ന ആ ബേസിക് എക്സംഷൻ നോൺ റെസിഡൻസിന് കിട്ടില്ല. അപ്പോൾ അത് കാരണം പല NRIസും ചോദിക്കാറുണ്ട്, എനിക്ക് 4 ലക്ഷം രൂപ വരെ എക്സംഷൻ ഇല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടില്ല. അതിൽ ഡിവിഡൻറ്റിൻ്റെ കേസിലായാലും അതുപോലെ തന്നെ NRIസിനും നമുക്ക് ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്കും റേറ്റിൽ വ്യത്യാസമില്ലേ? അതായത് അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ 4 ലക്ഷം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിൽ തന്നെ ഇപ്പോൾ ഡിവിഡൻഡ് കിട്ടുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഡിവിഡൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം സംഭവം അപ്ലിക്കബിൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് ഇപ്പോൾ കമ്പനീസ്, ലിസ്റ്റഡ് കമ്പനീസ് എന്നുള്ള ഡിവിഡൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ റേറ്റിലാണ് ടാക്സ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ടാക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 50,000 രൂപ ചിലപ്പോൾ ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അതായത് ഫാർ അവേ ഫ്രം 4 lakhs, 4 ലക്ഷത്തിൽ വളരെ താഴെയാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യാനും ടാക്സ് അടയ്ക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ NRI ആയിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ NRE ഡെപ്പോസിറ്റ് ആണുള്ളത്. അങ്ങനെയുള്ളപ്പോൾ അവർക്കത് എക്സംപ്റ്റ് ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എക്സംപ്റ്റഡ് ഇൻകം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യുക. അതങ്ങനെ മാൻഡേറ്ററി ഒന്നല്ല, പക്ഷേ അവിടെ സേഫർ സൈഡ് അത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. എന്താ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ AS എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാ സംഭവങ്ങളും നമുക്കവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ NRI ആയിട്ട് ഒരാളുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ഇപ്പോൾ ഒരാളുടെ NRE ഡെപ്പോസിറ്റ് 14 കോടി രൂപയാണ്. ഡെഫിനറ്റ്ലി ഇവിടെ ടാക്സബിൾ ഒന്നുമല്ല. ഇവിടെ അതിന് ഈ ടാക്സ് ഒന്നും കൊടുക്കണ്ട, റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യേണ്ട കാര്യമില്ല, സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ റിട്ടേൺ അതായത് ഇത് നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആൾക്കാരെ ഒന്ന് വിളിച്ചിട്ടൊന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യും അവർ. ഇപ്പോൾ നമ്മുടെ ASലുള്ള ഡാറ്റയൊക്കെ നോക്കിയിട്ട് അവർ പറയുകയാണ്, ഓക്കെ ഒരാൾ 14 കോടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അവരുടെ ത്രഷോൾഡ് വരുന്നത് 10 lakhs rupees-ആണ്. അപ്പോൾ 10 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ഒരാൾക്ക് ഒരു ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റ് അത് NRI ആണോ അല്ലെങ്കിൽ സാധാരണയാണോ അങ്ങനെയൊന്നും നോക്കാറൊന്നുമില്ല. അപ്പോൾ 10 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ഒരാൾക്ക് FD ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും ജനറലി നോട്ടീസ് അയക്കും. അപ്പോൾ ഈ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന സംഭവം, അതായത് ഞാൻ NRI ആണ് അതുകൊണ്ടാണ് റിട്ടേൺ ഫയൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. പിന്നെ പലപ്പോഴും ചിലപ്പോൾ ഇത് സെക്ഷൻ 148 പഴയ ആക്ടിൽ 148 അതൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇത്തിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണത്. അപ്പോൾ അവിടേക്കൊന്നും കടക്കേണ്ട ആഗ്രഹമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു റിട്ടേൺ ഫയൽ ചെയ്തിടുന്നതായിരിക്കും നല്ലത്. മേ ബി കുറച്ചൊരു ഇൻകം ഉള്ളതെന്നുണ്ടെങ്കിൽ പോലും NRI അക്കൗണ്ടിൻ്റെ, നേരത്തെ അഞ്ചു പറഞ്ഞ പോലെ NRI അക്കൗണ്ടിൻ്റെ ഇവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ, NRI അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സംപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് തന്നെ വേണമെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തിടാം. ഇപ്പോൾ മുൻപത്തെ ഫിനാൻഷ്യൽ ഇയേഴ്സിലൊക്കെ NRI ആയിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ആൾ റെസിഡൻ്റായി. കറൻ്റ്ലി ആ NRI ഡെപ്പോസിറ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ബാങ്കിൽ നിന്ന് അതിലിപ്പോൾ ഒരു ഇൻറ്റിമേഷൻ വന്നു, അത് മെച്യൂർ ആയതിനു ശേഷം നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് മാറ്റിയാൽ മതി എന്നുള്ളത്. അങ്ങനെയുള്ളൊരു കേസിൽ പറയുമ്പോൾ ആൾ റെസിഡൻ്റ് ആണ്, ആ ഫിനാൻഷ്യൽ ഇയർ റെസിഡൻ്റ് ആണ്, സ്റ്റിൽ ആ ഡെപ്പോസിറ്റ് NRI ഡെപ്പോസിറ്റാണ്. അങ്ങനെ ഒരാളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ ഡെപ്പോസിറ്റിനെ നമ്മൾ എങ്ങനെയായിരിക്കും ആളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക? നമ്മൾ സിംപ്ലി നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം NRI FD ആണ് ഹോൾഡ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആണ്. പക്ഷേ അവിടെ ക്വസ്റ്റ്യൻ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെദർ ഹീ ഈസ് എലിജിബിൾ ടു ഹോൾഡ് ദാറ്റ് NRI FD എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ RBIയുടെ പോളിസി പ്രകാരം ഒരാൾ പെർമനൻറ്റ് റെസിഡൻസിനായിട്ട്, അതായത് അവിടുത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിൽ ചെയ്യാനായിട്ട് വരികയാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഈ NRI FDകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് റെസിഡൻറ്റ് FD ആയിട്ട് മാറ്റണം എന്നാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ദെൻ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ റെസിഡൻറ്റ് FD എന്നുള്ളൊരു ആംഗിളിൽ. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെസിഡൻ്റ് ആണ്, ഇവിടെ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് NRI FD ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ NRI FD എന്ന് ഇപ്പോൾ 1 കോടി രൂപയുണ്ടെന്ന് വിചാരിക്കും NRI FDയിൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 7 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ റെസിഡൻ്റ് ആണ്, നമ്മൾ ഫയൽ ചെയ്യുന്നത് റെസിഡൻ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമേ അദ്ദേഹത്തിൻ്റെ വരുമാനമുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 ലക്ഷം കാണിച്ചിട്ട് എന്ത് ചെയ്യാം,
റിട്ടേൺ ഫയൽ ചെയ്യും. ചിലപ്പോൾ ടാക്സ് ഒന്നും വരില്ല. എന്നിരുന്നാൽ പോലും അതാണ് കുറച്ച് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഫയലിംഗ് മെക്കാനിസം. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റെസിഡൻറ്റ് സ്റ്റാറ്റസിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ 12 ലക്ഷം വരെ എന്തുണ്ട്, എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഒരു 1 കോടി അല്ലെങ്കിൽ ഇവിടെ 2 കോടിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 6% ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ 12 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. അപ്പോൾ അതിലങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടു എ സേഫർ സൈഡ് അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ റീസെൻ്റ്ലി ഓഫീസിലുണ്ടായിരുന്നൊരു ഇൻസിഡൻ്റാണ്. ഒരു ക്ലയൻറ്റ് നമ്മൾ സ്ഥിരമായിട്ട് റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആളെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നു, നമുക്ക് ഇങ്ങനെയൊക്കെ സെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷനും വന്നിട്ടില്ല, 12 ലക്ഷത്തിൽ താഴെ ഞങ്ങൾക്ക് ട്രാൻസാക്ഷൻ വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം എന്താ? അങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ. ശരിക്കും അതെങ്ങനെയാണ് നമുക്ക് ക്ലിയർ ആക്കാനായിട്ട് പറ്റുക? ശരിക്കും പല ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് 12 ലക്ഷത്തിൽ താഴെയാണ് വരുമാനം ഉള്ളത്, ടാക്സ് ഇല്ല. ഓക്കെ, ശരിയാണ്. പക്ഷേ ടാക്സ് ഇല്ല എന്ന് കരുതിയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. റിട്ടേൺ ഫയൽ ചെയ്യണം. കാരണം നമുക്ക് ഒരു ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉള്ളത് 4 lakhs rupees-ആണ്. അപ്പോൾ ഒരാളുടെ വരുമാനം 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയാണ്. 12 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ പോലും ചിലപ്പോൾ അദ്ദേഹം റിട്ടേൺ ഒന്നും ടാക്സ് ഒന്നും ഫയൽ ചെയ്യേണ്ടതായിട്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല. ടാക്സ് അടയ്ക്കേണ്ട എന്ന് കരുതിയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നല്ല അതിൻ്റെ മീനിങ്. അതായത് റിട്ടേൺ ഫയൽ ചെയ്യണം, ഡെഫിനറ്റ്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നോട്ടീസ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ 4 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ആ സെയിം കേസിൽ തന്നെ നമ്മൾ ഇൻകം എന്നുള്ളൊരു എലമെൻറ്റ് പറയുന്നത് പ്രോഫിറ്റ് ആണല്ലോ. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ പ്രോഫിറ്റ് തന്നെയാണ് നമ്മൾ ഇൻകം എന്നുള്ള ആംഗിളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരാൾക്ക് സെയിൽ 25 lakhൻ്റെ സെയിൽ വന്നിട്ടുണ്ട്, പക്ഷേ ആൾക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ചിലപ്പോൾ 1 lakh താഴെയായിരിക്കും. അങ്ങനെയുള്ള ഒരാൾ 25 lakhന് സെയിൽ വന്നിട്ടുള്ള ഒരാൾ പ്രോഫിറ്റിന് 1 lakh താഴെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വരുമാനം 4 ലക്ഷത്തിൽ താഴെയാണ്. പക്ഷേ അവിടെ ഇത് ടെക്നിക്കാലിറ്റി. പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഫയൽ ചെയ്തിടുന്നതാണ് നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, AIS ഒക്കെ വെച്ചിട്ട് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 25 lakhs ഒക്കെ ട്രാൻസാക്ഷൻ, അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് പർച്ചേസ് ഓഫ് സെയിൽ ഓഫ് ഇക്വിറ്റി ഷെയർസ് അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സെയിൽ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓർ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും നമുക്ക്. അപ്പോൾ അവിടെയൊക്കെ ഒരു 20-25 lakhs ഒക്കെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ സീലിംഗ് ലിമിറ്റ് ഉണ്ടല്ലോ 10 lakhs. അപ്പോൾ അതിനും കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവൺ ദോ അതിൻ്റെ പ്രോഫിറ്റ് 1 lakh ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ റിട്ടേൺ ഫയലിങ്ങിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടേ ഇദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു നോട്ടീസൊക്കെ വരാനായിട്ട്, അത് നോൺ ഫയലേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു നോട്ടീസ് വരും. അപ്പോൾ പിന്നെ നമ്മളത് ഇങ്ങനെ വീണ്ടും പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഓക്കെ, എനിക്ക് ഇത്രയും വരുമാനം ഇത്ര താഴെയാണ്, അത് കാരണമാണ് ഫയൽ ചെയ്തതെന്ന് പറഞ്ഞ് വീണ്ടും ചിലപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സപ്പോർട്ടിങ്സ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു തലവേദന എടുക്കണേക്കാട്ടും ബെറ്റർ റിട്ടേൺ ഫയൽ ഇതുപോലെയൊക്കെയുള്ള കുറച്ച് ഹെവി ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫയൽ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഗോൾഡിനൊക്കെ ഇത്രയും റേറ്റ് കയറി നിൽക്കുന്ന സമയം, ഇപ്പോൾ പാരമ്പര്യമായിട്ടൊക്കെ ഒത്തിരി ഗോൾഡ് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ റേറ്റ് കയറുമ്പോൾ അവരത് സെയിൽ ചെയ്തിട്ടും ഉണ്ടാവും. ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അതിനൊരു ക്യാപിറ്റൽ ഗെയിൻ അങ്ങനെ ഒരു ആംഗിളിൽ ശ്രദ്ധിക്കാത്ത കാരണം ഒരു റിട്ടേൺ ഒന്നും ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? അതിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു നേരത്തെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഗോൾഡിൻ്റെ റേറ്റൊക്കെ ഭയങ്കരമായിട്ട് ഹൈക്കായതുകൊണ്ട് ഒരുപാട് ആളുകൾ ഗോൾഡൊക്കെ വിറ്റിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ വിദേശത്തേക്കൊക്കെ പോകുന്ന കുട്ടികൾ ചിലപ്പോൾ ഈ ഗോൾഡൊക്കെ വിറ്റിട്ട് അവർ ചിലപ്പോൾ അവിടേക്കുള്ള ഇപ്പോൾ അവിടുത്തെ എഡ്യൂക്കേഷൻ്റെ ഫണ്ടൊക്കെ കണ്ടെത്താനായിട്ട് ചിലപ്പോൾ ഗോൾഡ് വിൽക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിലൊക്കെ ചിലപ്പോൾ ഇപ്പോൾ വീട് പണിക്ക് വേണ്ടിയിട്ട് ഗോൾഡ് വിൽക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അതിലൊരു അതിൻ്റെ ഒരു ഇഷ്യൂ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് വിൽക്കുന്നു, അപ്പോൾ ഒരു ഹെവി ട്രാൻസാക്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു 40 lakhs അല്ലെങ്കിൽ 50 lakhs. അപ്പോൾ ചിലപ്പോൾ ഒരാൾ ഗോൾഡ് വിറ്റിട്ട് ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു. അപ്പോൾ ഇതും ഒക്കെ ഇതൊരു എബൌട്ട് 10 lakhs ഒക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ആയ കാരണം തന്നെ ഇതൊക്കെ അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സോഴ്സ് നോക്കുമ്പോഴേ, ഇപ്പോൾ ഒരാളൊരു ലാൻഡ് വാങ്ങിച്ചു, 40 lakhsന് ലാൻഡ് വാങ്ങിച്ചു. അപ്പോൾ ഓക്കെ, ലാൻഡ് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് വരും, അത് AIS വരും. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എന്താണ്? ഓക്കെ, ഗോൾഡ് വിറ്റതാണ്. അപ്പോൾ ഗോൾഡ് വിൽക്കുമ്പോൾ ഗോൾഡ് വാങ്ങിച്ചത് എത്രയ്ക്കാണ്, ദെൻ വിറ്റത് എത്രയ്ക്കാണ്. ചിലപ്പോൾ 3000 രൂപ പെർ ഗ്രാമിനായിരിക്കാം ഇദ്ദേഹം വാങ്ങിച്ചേക്കുന്നത്, 10,000 രൂപ അല്ലെങ്കിൽ 13,000 രൂപയ്ക്കായിരിക്കാം വിറ്റേക്കുന്നത്. അപ്പോൾ 10,000 രൂപ ഗെയിൻ ഉണ്ട്. അപ്പോൾ 10,000 രൂപ ഗെയിൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമിന് അവിടെ
12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13%. 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമിന് 1,300 രൂപയുടെ അടുത്ത് ടാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എത്ര ഗ്രാമാണോ വിറ്റേക്കുന്നത് ഇൻറ്റു 1,300 എന്ന് പറയുമ്പോൾ 10 ഗ്രാമാണെന്നുണ്ടെങ്കിൽ 13,000 രൂപ ടാക്സ് വരും. ഇപ്പോൾ 100 ഗ്രാമാണെന്നുണ്ടെങ്കിൽ 1,30,000 രൂപയ്ക്ക് ടാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്ത് വരാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹ്യൂജ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ, ഹെവി ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ വൺസ് അത് ഐഡൻറ്റിഫൈ ചെയ്താലേ അതിൻ്റെ സോഴ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ചിലപ്പോൾ ക്യാഷ്വലി ഗോൾഡ് വിറ്റതാണ്. അപ്പോൾ ഗോൾഡ് വിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക, അതിൻ്റെ ടാക്സ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കുക. പ്രത്യേകിച്ച് പല സിറ്റുവേഷനിലും ചിലപ്പോൾ നമ്മൾ വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സംഷൻ കിട്ടും. അപ്പോൾ ചിലപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടി വരുമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ എനിക്ക് പറഞ്ഞ പോലെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹ്യൂജ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ അടുത്തോ ടാക്സ് എക്സ്പെർട്ടിൻ്റെ അടുത്തോ കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലാതെ കാഷ്വലി ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ വലിയൊരു നോട്ടീസൊക്കെ വന്നിട്ട് തലവേദന വരാനായിട്ട് സാധ്യതയുണ്ട്. ഗോൾഡ് പോലെ തന്നെ നമുക്ക് വരുന്ന വേറൊരു ക്യാപിറ്റൽ ഗെയിനാണ് നമുക്കിപ്പോൾ ലാൻഡ് വിൽക്കുക, അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽക്കുക. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് വരുമ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഫയൽ ചെയ്യേണ്ടതല്ലേ? മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നമ്മളുടെ ലോഗിനിൽ അത് അപ്പിയർ ആവും. അതായത് നമ്മളുടെ AIS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ കാണാനായിട്ട് പറ്റും. ഒരു എബോവ് 30 lakhs ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വരും. ഈവൺ ഇൻക്ലൂഡിങ് ഇപ്പോൾ ബയ്യർ ആരാണ്, അതുപോലെ തന്നെ സെല്ലർ ആരാണ്, എത്ര എമൗണ്ടിനാണ് വിറ്റേക്കുന്നത്, ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ മറന്നു പോയാലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റൊന്നും മറന്നു പോവില്ല. നമ്മളിത് ഫയൽ ചെയ്തില്ല എന്ന് വിചാരിക്കും. 30 lakhs ആണ് ഇപ്പോൾ ലാസ്റ്റ് ഇതുവരെ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു സ്ലാബ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, ഈ ഒരു ഇൻഫർമേഷൻ അങ്ങോട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അവർക്കറിയാം, ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം ഇങ്ങനൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാം. ഇനി എബോവ് 50 lakhs ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, 1% TDS അപ്ലിക്കബിൾ ആണ്. അപ്പോൾ TDS ഉണ്ട്. ഇപ്പോൾ 60 ലക്ഷം രൂപയ്ക്കാണ് ഒരാൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60,000 രൂപ TDS പിടിച്ചിട്ട് ബാക്കിയുള്ളത് അയാൾക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഡെഫിനറ്റ്ലി അതവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷനിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ്റെ എലമെൻറ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് തന്നെയായാലും പ്രോപ്പർട്ടിയൊക്കെ, മൂവബിൾ പ്രോപ്പർട്ടിയൊക്കെ, റിയൽ എസ്റ്റേറ്റൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പോയിട്ടേ ഉള്ളൂ. മേ ബി കുറച്ചാളായിട്ട് ചെറിയൊരു സ്റ്റാഗ്നൻ പൊസിഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പണ്ട് വാങ്ങിച്ച പ്രോപ്പർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ഗെയിൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരാൾ 10 ലക്ഷം രൂപയ്ക്ക് പ്രോപ്പർട്ടി പണ്ട് വാങ്ങിച്ചിട്ടേക്കുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ അത് 60 ലക്ഷത്തിനോ 70 ലക്ഷത്തിനോ ആണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഈസ് എ ഗെയിൻ. അപ്പോൾ ആ ഗെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഒരു 2 വർഷത്തിലും കൂടുതൽ ഹോൾഡ് ചെയ്ത പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ലോങ് ടൈം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 12.5% ടാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ വീടോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീട് വിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്വർണ്ണം വിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു പണി കിട്ടാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. സാധ്യത വളരെ കൂടുതലാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിറ്റിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈ കോസ്റ്റ് നമ്മൾ ഏത് അമൗണ്ടിനാണോ അത് വാങ്ങിച്ചത് ആ അമൗണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. പക്ഷേ ഇതൊരു പാരമ്പര്യമായിട്ട് ഇപ്പോൾ ഒരു അച്ഛൻ്റെ കയ്യിൽ നിന്ന് മകന് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു ബൈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇത് പല ആൾക്കാരുടെയും ഒരു കൺഫ്യൂഷനാണ്. നേരത്തെ എനിക്ക് പറഞ്ഞത് ഈ പാരമ്പര്യമായിട്ട് കിട്ടിയതിൻ്റെ കോസ്റ്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷേ അതിനപ്പുറത്ത് ഉള്ളൊരു ചോദ്യം പല ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇത് ഈ പാരമ്പര്യമായിട്ട് ഹോൾഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി വിറ്റാൽ ടാക്സ് വരുമോ എന്നുള്ളത്. പല ആൾക്കാരും വിചാരിക്കുന്നത് ടാക്സ് വരില്ല എന്നാണ്. അങ്ങനെയല്ല, അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. പാരമ്പര്യമൊന്നും ഇൻകം ടാക്സുകാർ അങ്ങനെ പാരമ്പര്യമൊന്നും നോക്കാറൊന്നുമില്ല. എന്തായാലും അവിടെ ടാക്സബിളാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയേക്കുന്നതാണ്. ഇപ്പോൾ തലമുറയായിട്ട് ഇങ്ങനെ കിട്ടിയേക്കുന്ന പ്രോപ്പർട്ടി ആകുമ്പോൾ നമുക്കിതിന് കോസ്റ്റ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഇത് എത്രയ്ക്കാണ് നമ്മളുടെ പൂർവികന്മാരൊക്കെ ഇത് എത്രയ്ക്കാണ് വാങ്ങിച്ചു വെച്ചേക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് സൊല്യൂഷനും അവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പാരമ്പര്യമായിട്ട് വാങ്ങിച്ച പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ 2001 മുൻപ് ആണ് ഇത് നമുക്ക്, അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രയർ ഓണർ ഉണ്ടല്ലോ, നമുക്ക് മുൻപുണ്ടായിരുന്ന ഓണർ എന്ന് വാങ്ങിച്ചു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അദ്ദേഹം ഇത് വാങ്ങിച്ചേക്കുന്നത് 2001 ശേഷമാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു അച്ഛൻ 2005 ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, 20 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു. എന്നിട്ട് മോന് അത് ഗിഫ്റ്റായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ 2005 അച്ഛനൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ആ എമൗണ്ടാണ് എന്ത്, ഈ മകൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇതിപ്പോൾ മകൻ നമ്മൾ കുറയ്ക്കണം, ക്യാപിറ്റൽ ഗെയിൻ കാണാൻ നേരത്ത് കുറയ്ക്കേണ്ടത് ഈ 2005 അച്ഛൻ കൊടുത്ത പ്രൈസാണ്.
ചിലപ്പോൾ 2018-ലോ 20-ലോ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ആധാരം എഴുതിയിട്ടുണ്ടാവും, ഈ പ്രോപ്പർട്ടിക്ക് 85 ലക്ഷം രൂപ വിലയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആധാരത്തിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ 10 പൈസ പോലും മോൻ കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ, കാരണം അച്ഛനും മകനും തമ്മിലുള്ള ട്രാൻസാക്ഷനാണ്. പക്ഷേ 85 ലക്ഷം രൂപയല്ല അവിടെ കൺസിഡറേഷൻ, കാരണം അതവിടെ വെറുതെ ഒരു വേർഡ് പറയുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് വില 85 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മകൻ അച്ഛൻ ആ പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ എത്രയാണോ അച്ഛൻ വാങ്ങിച്ചേക്കുന്നത് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതല്ല ഇനി 2001-ന് മുമ്പാണെന്ന് വിചാരിക്കും, അതായത് അച്ഛൻ വാങ്ങിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് കിട്ടിയത് 2001-ന് മുൻപാണെന്നുണ്ടെങ്കിൽ 2001-ൽ ഇതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും, ഒരു ഫെയർ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ കേരള ഗവൺമെൻറ്റൊന്നും ഈ 2001-ൽ ഇതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഇതാണ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2001-ൽ ഇപ്പോൾ സമീപ പ്രദേശങ്ങളിലൊക്കെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ സബ് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഹയസ്റ്റ് വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ആ സിറ്റുവേഷനിൽ നമ്മൾ അത് എടുക്കുന്നത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒരാൾക്ക് ലോട്ടറി കിട്ടി, ഫസ്റ്റ് പ്രൈസ് തന്നെ ആൾ വിൻ ചെയ്തു. അങ്ങനെയുള്ളൊരു കേസിൽ വരുമ്പോൾ അറിവില്ലായ്മ കൊണ്ട് ആൾ ആ വർഷം ആ കിട്ടിയ വർഷം ആൾ റിട്ടേൺ ഒന്നും ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നീടായിരിക്കും ആൾ ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കും ആൾക്ക് വലിയൊരു എമൗണ്ട് ഡിമാൻഡും വന്നിട്ടുണ്ടാവും, ഈ കയ്യിൽ കിട്ടിയ പൈസ മുഴുവൻ ചിലവായും തീർന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇനി നമുക്ക് എന്താ ചെയ്യാനായിട്ട് പറ്റുക? ഇതിൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ലോട്ടറി ഒക്കെ അടിക്കുന്ന ആൾക്കാർ മിക്കവാറും ചിലപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ടാക്സേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻകം ടാക്സിനെ കുറിച്ചൊന്നും അവർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് നേരത്തെ അഞ്ചു പറഞ്ഞ പോലെ ഒരു കോടി രൂപയുടെ ലോട്ടറി, ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ലോട്ടറി എന്ന് പറഞ്ഞാൽ പെർ ഡേ എല്ലാ ദിവസവും ഓരോ കോടി വെച്ചിട്ട് സമ്മാനമുണ്ട്. പ്രാവശ്യം ഓണം ബമ്പറൊക്കെയാണെങ്കിൽ 30 കോടിയൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയിൽ ഒരാളിപ്പോൾ കോടീശ്വരനായിട്ടുണ്ട്. അപ്പോൾ നറുക്കെടുപ്പ് നടന്നു, സമ്മാനം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ 1 കോടി രൂപ, അപ്പോൾ നമ്മൾ ഈ 1 കോടിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഡെയിലി 1 കോടി വെച്ചിട്ട് സമ്മാനം ഉണ്ടല്ലോ. അപ്പോൾ 1 കോടിയുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 10% കമ്മീഷനാണ്, ഏജൻറ്റിൻ്റെ കമ്മീഷനാണ്. ബാക്കി 90 ലക്ഷം ഉണ്ട്. അപ്പോൾ ഈ 90 ലക്ഷത്തിൻ്റെ 30% ടാക്സാണ്. അപ്പോൾ ഏകദേശം ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ടാക്സും സർചാർജും സെസ്സും ഒക്കെ അടക്കം ഏകദേശം ഒരു 30-32 ലക്ഷം രൂപയിലേക്ക് എടുത്ത് ഇദ്ദേഹത്തിന് ടാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പാർട്ട് മാത്രമാണ് ഞാൻ പറയുകയാണെങ്കിൽ 27 ലക്ഷമാണ് ആക്ച്വലി ടാക്സ് വരുന്നത്. ബാക്കി ഒരു 3-4 ലക്ഷം രൂപ ബാക്കി അതർ ഐറ്റംസ് ആയിട്ട് സെസ്സും സർചാർജൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ ഈ 90-ന് 27 കുറച്ചിട്ടാണ് കൊടുക്കുകയുള്ളൂ. ബാക്കി കുറച്ച് കഷ്ണം കൂടി അടയ്ക്കാനുണ്ട്, ഒരു 2-3 ലക്ഷം രൂപ അടയ്ക്കാനുണ്ടാവും. അപ്പോൾ അത് ഇദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ അതാണ് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ കിട്ടിയ ആൾ വിചാരിക്കുന്നത് ഓക്കെ ഗവൺമെൻറ് ടാക്സൊക്കെ പിടിച്ചിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്, ഇനി ഞാനായിട്ടൊന്നും ചെയ്യാനില്ല എന്നാണ് പല ലോട്ടറി കിട്ടിയ ആളുകളും വിചാരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരത്തെ അഞ്ച് പറഞ്ഞ പോലെ ഇവരിത് ഫയലൊന്നും ചെയ്യുന്നില്ല, ഇത് സമയത്തിന് ഫയൽ ചെയ്യില്ല, അല്ലാതെ ഇവർക്ക് അറിയില്ല അതിനെക്കുറിച്ചിട്ട്. അങ്ങനെ പോകുന്നു. അങ്ങനെ പോയി 2-3 വർഷം കഴിയുമ്പോഴേക്കായിരിക്കും ചിലപ്പോൾ നോട്ടീസ് വരുന്നത്. അപ്പോഴേക്കും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ് 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ 10-15 ലക്ഷം രൂപയ്ക്കായിട്ട് മാറിയിട്ടുണ്ടാവും. അതിൻ്റെ ഇൻട്രസ്റ്റ് പെനാൽറ്റി ഒക്കെ കൂടിയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആകെ കിട്ടിയേക്കുന്ന പൈസ ഒക്കെ ചിലവായി പോയിട്ടുണ്ടാവും. ചിലപ്പോൾ 15 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമോ പോലും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല ആ സിറ്റുവേഷനിൽ. അപ്പോൾ ഇതൊരു വലിയൊരു പത്തറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണത്. അപ്പോൾ ഈ ലോട്ടറിയൊക്കെ കിട്ടുന്ന ആളുകൾ ഓണ സേഫർ സൈഡിൽ എന്തായാലും 1 കോടിയൊക്കെ കിട്ടിയതാണല്ലോ, ഒരു കൺസൾട്ടൻറ്റിനെ ഒന്ന് ചോദിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് തോന്നുന്നത് ടു ഓൺ അതർ സൈഡ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൂടി കൊടുക്കേണ്ടതാണ്. ഞങ്ങൾ ഇത്രയും പിടിച്ചിട്ടുള്ളൂ, ബാക്കി 3-4 ലക്ഷം രൂപ കൂടി നിങ്ങൾ അടയ്ക്കാനുണ്ട്, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നൊക്കെ ഒരു അവയർനെസ് ശരിക്കും കൊടുക്കേണ്ടതാണ് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ. കറക്റ്റായിട്ട് ലോട്ടറി കിട്ടിയ ഒരാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ ഏത് ഹെഡ് ഓഫ് ഇൻകത്തിലായിരിക്കും ഈ ഒരു ലോട്ടറി വിൻ ചെയ്ത എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുക? നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് തന്നെയാണ്. നമ്മളിപ്പോൾ ഐ ടി ആർ പറയുകയാണെന്നുണ്ടെങ്കിൽ ITR 2 അദ്ദേഹത്തിന് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിലാണ് വരുന്നത്. ഫ്ലാറ്റ് റേറ്റ് ആണോ? ഫ്ലാറ്റ് റേറ്റ് ആയിട്ട് 30% വരുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10 ലക്ഷം ലോട്ടറി കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവർ വിചാരിക്കും 10 ലക്ഷം ലോട്ടറി കിട്ടി, ഏകദേശം ഒരു 3 ലക്ഷം രൂപയൊക്കെ എടുത്ത് ടാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ കണ്ടീഷൻ ഇപ്പോഴും ചിലപ്പോൾ ആലോചിക്കും, എൻ്റെ വരുമാനം 12 ലക്ഷത്തിൽ താഴെയല്ല, അപ്പോൾ ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ലക്ഷം TDS തിരിച്ച് കിട്ടും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ? അങ്ങനെ കിട്ടുമൊന്നുമില്ല, കാരണം ഇതൊരു ഫ്ലാറ്റ് റേറ്റിൽ പോകണമായിട്ടല്ലേ. അപ്പോൾ അത് കാരണം തന്നെ ഡെഫിനറ്റ്ലി അത് റീഫണ്ട് ഇല്ല, അത് നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട്. ഈ ലോട്ടറി വിന്നിങ്സിനും നമുക്ക് ബേസിക് എക്സംഷൻ കിട്ടുമോ? ബേസിക് എക്സംഷൻ കിട്ടില്ല. ലോട്ടറി സ്പെഷ്യൽ റേറ്റിൽ ആണ് ആ ഐറ്റംസ് ആയ കാരണം 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചാൽ 1 ലക്ഷം രൂപ വരെ ടാക്സ് നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബേസിക് എക്സംഷൻ ലോട്ടറി വിന്നിങ്സിന് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഷെയർ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ
അവരുടെ ഒരു റിട്ടേണിൻ്റെ കേസ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഷെയർസൊക്കെ ഡീൽ ചെയ്യുന്ന ആളുകൾ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് വരെ മാറ്റാം. ഒന്നെന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും വരിക. അതായത് ഇപ്പോൾ ഒരാളൊരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ആകുമ്പോൾ വിറ്റ് പൈസ എടുക്കുന്നു. അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് ചിലപ്പോൾ സിങ്ക് ട്രേഡ് എന്നൊക്കെ പറയില്ലേ, അതായത് മോർ ദാൻ 1 ഡേ, അതായത് ഡെലിവറി എടുത്തിട്ട് ഞാനൊരു സ്റ്റോക്ക് വാങ്ങിക്കുന്നു, ഞാൻ അതിൻ്റെ ഡെലിവറി എടുക്കുന്നു, ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ വിൽക്കുന്നു, എന്നാലും വിഷയമില്ല, ഞാൻ ഡെലിവറി ബേസ്ഡ് ട്രാൻസാക്ഷനാണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ക്യാപിറ്റൽ ഗെയിൻ എന്നാ പറയുക. നമ്മൾ ഡെലിവറി എടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ITR 2 എന്നുള്ളൊരു ഫോർമാറ്റിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ITR 2 ആണ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളൊരു കാറ്റഗറി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 2 അല്ലെങ്കിൽ ഒരു 3 ടൈപ്പ് ഓഫ് ഇൻകം വരാനായിട്ട് സാധ്യതയുണ്ട്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻസ് വരാൻ സാധ്യതയുണ്ട്. ക്യാപിറ്റൽ ഗെയിൻസ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു വർഷത്തിലും കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടൈം ആണ്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 12.5%. ഇനി അതല്ല ഒരു വർഷത്തിലും കുറവാണ് ഹോൾഡ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്, അത് 20% അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ ഗെയിൻ ഒരു ഓപ്ഷനാണ്. മീൻസ് ഒരു സെനാരിയോ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിനിലാണ് ചിലപ്പോൾ ഒരാളുടെ ഒരു പ്രോഫിറ്റ് അവസാനിക്കാൻ സാധ്യതയുള്ളത്. ഇനി വേറെ ടൈപ്പ് എന്ന് പറയുന്നത് ഇവർ ജസ്റ്റ് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ്. അപ്പോൾ ഇവർ ചിലപ്പോൾ 10-20 കൊല്ലത്തേക്കൊക്കെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഡിവിഡൻഡ് മാത്രമായിരിക്കും. നല്ല നല്ല കമ്പനികളിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു വർഷം തന്നെ ഇപ്പോൾ നമ്മുടെ പല ക്ലയൻസിനും ഒരു വർഷം ഓരോ മാസം ഓരോ ലക്ഷം രൂപ ഡിവിഡൻഡ് കിട്ടുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസീവ് ഇൻകം ആണല്ലോ. അതായത് വെറുതെ ഇരുന്നാൽ മതി, മാസം ഒരു വർഷം കഴിയുമ്പോൾ 12 ലക്ഷം രൂപ ഡിവിഡൻഡ് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പണ്ട് നല്ല നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ബോണസ് ഷെയർസ് കിട്ടി, റൈറ്റ് ഇഷ്യൂ ഒക്കെ കിട്ടി, അവരുടെ ഷെയർസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഡിവിഡൻഡ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് ഡിവിഡൻഡ് കിട്ടുന്ന ഷെയർസ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഡിവിഡൻഡ് മാത്രമേ കിട്ടുന്നുള്ളൂ, അവിടെ ഗെയിൻ ഇല്ല. അപ്പോൾ അവർ ITR 1 എന്നുള്ള ഫോം തന്നെയാണ് ഫയൽ ചെയ്യേണ്ടത്. ഇനി ഗെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ITR 2 എന്നുള്ള ഫോമിലേക്ക് പോകാം. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വരാൻ സാധ്യതയുണ്ട് ഇതിൽ. ഇനി അതേപോലെ തന്നെ ചില ആളുകൾ ട്രേഡേഴ്സാണ്. അപ്പോൾ അവർ ചിലപ്പോൾ ഇൻട്രാഡേ അല്ലെങ്കിൽ ഡേ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിന് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്നാണ് ഇൻകം ടാക്സിൽ പറയുക അതിനെ. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അപ്പുറത്ത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കമ്മോഡിറ്റി ഇങ്ങനെയൊക്കെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ശരിക്കും ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് സ്പെക്കുലേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പർട്ടിക്കുലർ ഒരു ഐറ്റമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഐറ്റാണ്. ദെൻ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ നമുക്ക് ഒരാൾക്ക്, ഇപ്പോൾ നമ്മൾ പിരിഞ്ഞാലക്കുട ടൗണിൽ ഒരാൾക്ക് ഒരു സ്റ്റേഷനറി ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമല്ലോ. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യണത്, ഈ FNO ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന ആളും എന്ത് ചെയ്യേണ്ടത്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അതൊരു ബിസിനസ് ഇൻകം ആയിട്ടാണ് ഇൻകം ടാക്സ് കാര്യത്തിന് ട്രീറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതെന്ന് പറയുന്നത് ITR 3 എന്നുള്ളൊരു ഫോമിലാണ് ഫയൽ ചെയ്യുന്നത്. ITR 4 എന്നുള്ളൊരു ഫോം പറ്റുന്നുണ്ടെങ്കിൽ പോലും മോസ്റ്റ് പ്രിഫറബിളി ITR 3 ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വരുമാനങ്ങൾ വരാനായിട്ടാണ് സാധ്യതകളുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള റിട്ടേണുകളാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ITR 1 വരാം, 2 വരാം, 3 or 4 ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൺ എ സേഫർ സൈഡിൽ റിട്ടേൺ ഫയൽ ചെയ്യുക. പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊരു ഹ്യൂജ് ട്രാൻസാക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഭയങ്കരമായിട്ട് ഓൺ ഡെയിലി ബേസിലൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നത് ഒരു 10 കോടിയെക്കാട്ടും കൂടുതൽ ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ടേൺ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് ഓഡിറ്റൊക്കെ അപ്ലിക്കബിൾ ആണ്. ഈവൻ ഇൻട്രാഡേ ആണെങ്കിൽ പോലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇപ്പോൾ ഇൻട്രാഡേ ആൻഡ് FNO ട്രാൻസാക്ഷൻസ് ബിസിനസ് ഇൻ നേച്ചർ ആയതുകൊണ്ടാണോ അത് ITR ഫോം 2 നിന്ന് 3 വരുന്നത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒരു ഇൻവെസ്റ്റിംഗ് എന്നുള്ളൊരു ആംഗിളിലാണെന്നുണ്ടെങ്കിൽ ഒരു ഡെലിവറി ബേസ്ഡ് ട്രാൻസാക്ഷനാണ് വരുന്നത്. അതായത് നമ്മളൊരു ഡെലിവറി എടുത്തിട്ട്, അതായത് നമുക്ക് കിട്ടുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ റിലയൻസിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ സ്റ്റോക്ക് എൻ്റെ DP അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ്. അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്യണത്, വിൽക്കണോ വിൽക്കണ്ടേ എന്നുള്ള എൻ്റെ ഡിസിഷൻ. ഞാൻ ചിലപ്പോൾ നാളെ വിൽക്കുന്നു, ചിലപ്പോൾ ഞാൻ 1 കൊല്ലം കഴിഞ്ഞിട്ട് വിൽക്കുന്നു, ഞാൻ വിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ ഒരു സ്ക്രിപ്റ്റ് എന്ത് ചെയ്യുകയാണ്, ഞാൻ ഹോൾഡ് ചെയ്യുകയാണെന്നർത്ഥം. മറ്റേത് അങ്ങനെയല്ല. മറ്റേതെന്ന് പറയുന്നത് അതൊരു സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ആയിട്ടാണ്. അതായത് നമ്മൾ ഇന്ന് തന്നെ ബൈ ചെയ്തിട്ട്, ഇന്ന് ഞാൻ 1000 ഷെയർസ് റിലയൻസിൻ്റെ ബൈ ചെയ്തിട്ട് ഇന്ന് തന്നെ ഞാൻ ഡെലിവറി എടുക്കുന്നില്ല, ഞാൻ ഇന്ന് തന്നെ എന്ത് ചെയ്യുന്നു, അത് സ്ക്വയർ ഓഫ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് എ ട്രേഡിങ് ആക്ടിവിറ്റി. മുൻപ് നമ്മളെ ഒരു നേച്ചർ ഇപ്പോഴൊക്കെയാണ്, നമ്മളിപ്പോൾ ഒരു 80s ശേഷമൊക്കെയാണ് ഇതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് അവധി വ്യാപാര കരാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുകളൊക്കെ ഉണ്ട് നമുക്കിവിടെ. പേപ്പറൊക്കെ ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുരുമുളകിൻ്റെ, വെളിച്ചെണ്ണയുടെ ഒക്കെ അവധി വ്യാപാരം എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റോക്സ് വന്നപ്പോൾ കുറച്ചുകൂടി പോപ്പുലറായിരുന്നേ ഉള്ളത്. ഇത് ശരിക്കും അവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ ബിസിനസ്. അപ്പോൾ ബിസിനസ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബിസിനസ്സാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസൊക്കെ ബിസിനസ്സായിട്ട് തന്നെ ഇൻകം ടാക്സുകാർ ട്രീറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ നമ്മളെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനൊരു ട്രേഡിങ് ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻകം ടാക്സിൻ്റെ ഒരു ആംഗിളിലേക്ക് വരുമ്പോൾ FNOനെ ഇൻട്രാഡേനെയൊക്കെ ബിസിനസ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സാധാരണ ഒരു ബിസിനസ്സിന് നമ്മൾ ക്ലെയിം ചെയ്യുന്ന എക്സ്പെൻസസ് ഒക്കെ FNOക്ക് ഇൻട്രാഡേക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാധാരണ ബിസിനസ് ഇൻകം ആണല്ലോ അത്. സേ ഇപ്പോൾ ഒരാൾ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അദ്ദേഹം യൂസ് ചെയ്യണത് ഒരു 1 lakh റുപ്പീൻ്റെ ലാപ്ടോപ്പിലാണ്. അദ്ദേഹം എക്സ്ക്ലൂസീവ്ലി ഫോർ ഈ ഒരു ഇൻട്രാഡേ പർപ്പസ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഈ ലാപ്ടോപ്പിൽ കൂടി ഇദ്ദേഹം ചെയ്യണമെന്ന് വിചാരിക്കും. അതാണ് ഒരു ബിസിനസ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. സേ 40% ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഇനിയിപ്പോൾ ഇദ്ദേഹം ഒരു കോഴ്സ് ചെയ്തു എന്ന് വിചാരിക്കും. ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ഒരു കോഴ്സ് ചെയ്തു. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ PR സുന്ദർ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പുള്ളികളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോഴ്സിന് വാല്യൂ തന്നെ 50,000 രൂപ 1 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ കോഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഫീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ അതിൽ നിന്ന് പ്രോഫിറ്റ് സാധാരണ ഉണ്ടാവാറില്ല, ഇനി ഉണ്ടെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കാം നമുക്ക്. ഇപ്പോൾ നമുക്കിപ്പോൾ 5 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ, അപ്പോൾ ഇങ്ങനെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിംപ്ലി ഇറ്റ് ഈസ് എ ബിസിനസ് ഇൻകം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും, അതിന് പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ കറൻ്റ്ലി തന്നെ എല്ലാവരും ചെയ്തു തുടങ്ങി ഒരു ഇൻവെസ്റ്റിംഗ് ഓപ്ഷനാണ് ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നത്. അതിനെപ്പറ്റി എന്താ സാറിന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാനുള്ളത്? ഇപ്പോൾ ജെൻസി ഒക്കെ ചെയ്യുന്ന ഒരൈറ്റാണ് ക്രിപ്റ്റോ കറൻസി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര കേട്ട് പരിചയമില്ലാത്ത ഫോറക്സ് ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസിനെ സംബന്ധിച്ചിടത്തോളം ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ ഇന്ത്യയിൽ ലീഗലാണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് ടാക്സേഷൻ ഇറ്റ് ഈസ് ലീഗൽ എന്ന് പറയാം. അതായത് ടാക്സേഷൻ്റെ ആംഗിൾ റെഗുലറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരാൾ ക്രിപ്റ്റോ കറൻസിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ടാക്സ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി ഉണ്ട്. 2022 നമ്മൾ ആക്ട് അമെൻഡ് ചെയ്തിട്ട് അതിന് ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ ഇത്രയേ ഉള്ളൂ, ഒരാൾ 10 ട്രാൻസാക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കൂ. ആ 10 ട്രാൻസാക്ഷൻസിൽ 2 ട്രാൻസാക്ഷൻസ് പ്രോഫിറ്റാണ്, അദ്ദേഹത്തിന് 20,000 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്നായിരിക്കും. പക്ഷേ ബാക്കിയുള്ള 8 ട്രാൻസാക്ഷൻസ് ലോസാണ്, 80,000 രൂപ അദ്ദേഹത്തിന് ലോസാണ് എന്ന് പറഞ്ഞാൽ നെറ്റ് എഫക്റ്റ് അദ്ദേഹം 60,000 രൂപ ലോസിലാണ്. എന്നിരുന്നാൽ പോലും ഈ കിട്ടിയ 20,000 ഉണ്ടല്ലോ അതിൻ്റെ ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതും ചില്ലറ റേറ്റ് ഒന്നുമല്ല, 30% അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ക്രിപ്റ്റോ കറൻസിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ടാക്സേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ വോളിയം, ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ നമ്മുടെ ഓഫീസായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് പേര് കണക്ട് ചെയ്തത് ഭയങ്കര ഹൈ വോളിയം ഇൻ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ ഒന്നും ഫയൽ ചെയ്തില്ല. അപ്പോൾ ഇതിൽ ക്രിപ്റ്റോ കറൻസിയിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ P2P ട്രേഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10,000 റുപ്പീസ് അല്ലെങ്കിൽ 50,000 റുപ്പീസിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ എബോവ് 50,000 ഒക്കെയാണ് നമ്മൾ പർച്ചേസ് ട്രേഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പർച്ചേസ് ഓർ സെയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിനാൻസ് ഉണ്ടായിരിക്കും, അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും P2P ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി ടു ഡിഡക്ട്സ് TDS എന്ന് പറയുന്നത്, അതായത് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനുള്ള ലയബിലിറ്റി ഈ P2P ട്രേഡർക്കാണ്. ഒരു തേർഡ് പാർട്ടി ആയിട്ട് ബിനാൻസ് ഉണ്ട്, എൻ്റെ ബിനാൻസ് അക്കൗണ്ടിൽ കുറച്ച് ക്രിപ്റ്റോ കറൻസി ഉണ്ട്, പക്ഷേ ഞാൻ അതിൽ കൂടിയല്ല ഡീൽ ചെയ്യേണ്ടത്. ഞാൻ അഞ്ജുവിന് ഡയറക്റ്റ്ലി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു P2P വഴി ഞാൻ പൈസ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിത് ട്രാൻസ്ഫർ ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അഞ്ജുവിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലയബിലിറ്റി ടു ഡിഡക്ട് TDS എനിക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ അഞ്ജുനാണെന്നർത്ഥം. അപ്പോൾ പലപ്പോഴും ഈ P2P ഒക്കെ ചെയ്യുന്ന ആളുകൾ ഹ്യൂജ് വോളിയം അല്ലെങ്കിൽ ഭയങ്കര വലിയ വോളിയത്തിലൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണില്ല, TDS നോൺ കംപ്ലൈൻസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഹൈ റിസ്ക് ഏരിയ ആണ് ശരിക്കും അത് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇത്തിരി ഹ്യൂജ് വോളിയൊക്കെ ചെയ്യുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോഴൊന്നുമല്ല, ചിലപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നോട്ടീസ് വരാം, ചിലപ്പോൾ വലിയ എമൗണ്ടൊക്കെ ടാക്സ് അടയ്ക്കേണ്ടത്. ഞാനതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, അതായത് ക്രിപ്റ്റോ കറൻസി ഒക്കെ ചെയ്ത് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുന്ന നല്ല കാര്യം, പക്ഷേ കുറേ കാര്യങ്ങൾ ഇതേപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര തലവേദന വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഫോറക്സ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ അതിൻ്റെ ലീഗാലിറ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കണില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ലീഗാലിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ലീഗാലിറ്റി ഒന്നും നോക്കുകയൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ ഡ്രഗ്സോ എന്ത് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കിയാലും അതിന് ആ പ്രോഫിറ്റിൻ്റെ ടാക്സ് അടച്ചാൽ ഇൻകം ടാക്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ബാക്കിയുള്ളതൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കോളും എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഫോറക്സ് ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മറ്റോടത്ത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്, 30% ടാക്സ് ഉള്ളത്. പക്ഷേ ഇവിടുത്തെ കേസിൽ അങ്ങനെ ക്ലാരിറ്റി ഒന്നുമില്ല.
അതായത് ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത്, അതായത് ഇത് എന്താണ് ഇതിൻ്റെ ടാക്സബിലിറ്റി എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കാം എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണോ, അതല്ല ബിസിനസ് ഇൻകം ആയിട്ടാണോ ട്രീറ്റ് ചെയ്യുക, അതല്ല അത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണോ ട്രീറ്റ് ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്യുന്ന ആളുകളുടെ, ഇപ്പോൾ നിങ്ങളൊരു ഹ്യൂജ് ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡീൽ ഇറ്റ് ആസ് എ ബിസിനസ് ഇൻകം എന്നൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ് ഇങ്ങനെ ചെറിയൊരു ഗ്രേ ഏരിയ ആണ് ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം. ക്രിപ്റ്റോയിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പോലും ഫോറക്സിൻ്റെ കേസിൽ അത് കുറച്ചൊരു മിക്സപ്പ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ഒരു റൂള് പ്രകാരം ഇപ്പോൾ ഈ നെറ്റ് എഫക്റ്റ് കൺസിഡർ ചെയ്യാത്തതും അതുപോലെ തന്നെ കുറേ അധികം ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഏരിയനെ ഒരു ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന പോലെയല്ലേ? അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ അതിൽ വേറൊരു കേസും കൂടി ഉണ്ട്. അതെന്താ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിപ്റ്റോ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് പൈസ പല ആളുകളും ഒരു ബ്ലാക്ക് മണിയൊക്കെ ആയിട്ട് ക്രിപ്റ്റോ കറൻസി കൂടെ റൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കത് ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതായത് ഇന്ത്യയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ക്രിപ്റ്റോ കറൻസി ഒക്കെ വെച്ചിട്ട് പൈസ ബ്ലാക്ക് മണിയൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ബ്ലാക്ക് മണി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇന്ത്യയുടെ അകത്തുനിന്ന് പുറത്തേക്ക് കടത്താനൊക്കെ ആയിട്ട്, അപ്പോൾ അത് കാരണം തന്നെ ഇത് ഒരു ഹ്യൂജ് ട്രാൻസാക്ഷൻ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഹ്യൂജ് ടാക്സ് കൊണ്ടുവന്ന് ഇപ്പോൾ TDS കൊണ്ടുവന്ന് ഇതിനൊക്കെ പതുക്കെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു എവിഡൻസ്, നമ്മളൊരു ഓഡിറ്റ് എവിഡൻസ് എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ ഇങ്ങനെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, അതിന് ടാക്സ് ഇത്രയാണ്. അപ്പോൾ അതങ്ങനെ പതുക്കെ എന്ത് ചെയ്താണ് ഒരു ലൈം ലൈറ്റിലേക്ക് പതുക്കെ കൊണ്ടുവരികയാണ്. ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും അത് നിങ്ങൾ ഹൈഡ് ഔട്ട് ചെയ്ത് വെക്കേണ്ട എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അത് അത്രയും ഇങ്ങോട്ട് ട്രാൻസ്പാരൻസിയിലേക്ക് വരുംതോറും പതുക്കെ ചിലപ്പോൾ ടാക്സ് റേറ്റൊക്കെ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രസൻ്റ്ലി 30% ഓൺലി പ്രോഫിറ്റിലേക്ക് അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കേസസ് പറഞ്ഞു, ഫയൽ ചെയ്യണം എന്തായാലും നിർബന്ധമായാലും നമുക്കൊരു അവയർനെസ് വേണമെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ സപ്പോസ് ചെയ്തില്ല, റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോയി, അങ്ങനെയാണെങ്കിൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ടൈം ലിമിറ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ ഒരാൾ ജൂലൈ 31 ആണ് അദ്ദേഹത്തിൻ്റെ വരുമാനം, ബിസിനസ് ഇൻകം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജൂലൈ 31 ആണ്. അപ്പോൾ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി ഫാമിലി സിറ്റുവേഷനൊക്കെ ആയിട്ട് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു NRI ആണെന്ന് വിചാരിക്കും, അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ വീണ്ടും അദ്ദേഹത്തിന് സമയമുണ്ട്. ഇപ്പോൾ ജൂലൈ 31 ആണ് സമയം വെച്ചേക്കുന്നത്. വേണമെങ്കിൽ ഡിസംബർ 31 വരെ ഫയൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതായത് അത് നമ്മളൊരു ബിലേറ്റഡ് റിട്ടേൺ എന്നാ പറയാം. നേരെ റിവേഴ്സും ഉണ്ട്. നമ്മൾ ഫയൽ ചെയ്തു എന്ന് വിചാരിക്കും, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ റിട്ടേൺ ഫയൽ ചെയ്തു, അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ വർഷം വരെ ഡിസംബർ വരെ റിവൈസ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്രാവശ്യം തൊട്ട് നമുക്ക് അടുത്ത മാർച്ച് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയാലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. യു ക്യാൻ ഫയൽ ഇറ്റ് എനി ടൈം. ലേറ്റർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫയൽ ചെയ്യാം. അതല്ല ഇനിയിപ്പോൾ ഡിസംബറോ മാർച്ചോ കഴിഞ്ഞാൽ പോലും നമുക്ക് വേണമെങ്കിൽ ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. അതായത് നമ്മൾ അപ്പോൾ കുറച്ച് ടാക്സൊക്കെ കൂടുതൽ അടയ്ക്കേണ്ടതൊക്കെ ആയിട്ട് വരും, ടാക്സ് അടയ്ക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ സിറ്റുവേഷൻസ്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ തള്ളിക്കളാന്ന് പറഞ്ഞ പോലെ നമുക്ക് ആദ്യം പറഞ്ഞൊക്കെ കൊടുത്തു റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി വീണ്ടും ഓപ്ഷൻ കൊടുക്കുകയാണ്, ഒരു ബിലേറ്റഡ് റിട്ടേൺ ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻ കൊടുക്കുകയാണ്, വേണമെങ്കിൽ ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ സാധ്യതകളൊക്കെ കൊടുത്തിട്ടും, എല്ലാ പോസിബിലിറ്റിയും കൊടുത്തിട്ടും പിന്നെയും റിട്ടേൺ ഫയൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇൻകം ടാക്സ് ആയിട്ട് പറയുന്നത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും എന്നാണ് പറയുന്നത്. എന്ന് പറയുകയാണെങ്കിൽ പിന്നെ പതുക്കെ ഒരു നോട്ടീസൊക്കെ വന്നു തുടങ്ങും. അത് ഹെവി ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഒരാൾ ഒരു 60 ലക്ഷം രൂപയ്ക്ക് 70 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു പ്രോപ്പർട്ടി വിറ്റു, നാച്ചുറലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എബോവ് 30 lakhs ഒക്കെ ട്രാൻസാക്ഷൻ ഉണ്ട്, ഡെപ്പോസിറ്റ്സുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഹെവി ട്രാൻസാക്ഷൻസ് ഉണ്ട്, എന്നിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരുപാട് ചാൻസസ് കൊടുത്തിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നോട്ടീസൊക്കെ അയക്കും. നിങ്ങൾക്ക് ഇങ്ങനെ 60 lakhs ട്രാൻസാക്ഷൻ ഉണ്ട്, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്പോഴും ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ അപ്പോൾ പോയിട്ട് ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. ഓക്കെ, അവിടെ കാരണം വെച്ചാൽ നമുക്ക് പാസ്റ്റ് 4 years വരെയൊക്കെ ഫയൽ ചെയ്യാം, റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോഴും നമ്മൾ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ വെച്ചാൽ പഴയ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 147 അല്ലെങ്കിൽ 148 വെച്ച് കഴിഞ്ഞാൽ അവർ പ്രൊസീജിയറുകളുണ്ട്, കുറേ പ്രൊസീജിയറുകൾ അവർ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമുക്കൊരു നോട്ടീസ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നോട്ടീസ് അയക്കും. അപ്പോൾ അതിനും ചെയ്തില്ല എന്ന് വിചാരിക്കും. കാരണം ഇതിൽ പല ആൾക്കാരും ഇത് ചെയ്യാത്തത് ഇവർക്ക് ഇത് കിട്ടാത്തത് കൊണ്ടാണ്. മേ ബി പല ആൾക്കാർക്കും പഴയ ഒരു ചിലപ്പോൾ ഫോൺ നമ്പറൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യാത്ത ഇമെയിൽ ID ഒക്കെ ആയിരിക്കും. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് ചിലപ്പോൾ ഒരു SMS ആയിട്ടോ ഇമെയിലൊക്കെ ആയിട്ടായിരിക്കും. പക്ഷേ നമ്മൾ ഒരാൾക്ക് ഇത് കിട്ടുന്നില്ല എന്ന് വിചാരിക്കും, ആളുടെ പഴയ ഫോൺ നമ്പർ ഇല്ല, അല്ലെങ്കിൽ ആൾ SMS നോക്കണില്ല, അല്ലാന്നുണ്ടെങ്കിൽ
ഇമെയിൽസ് അദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അയക്കുന്ന ഈ നോട്ടീസുകളൊന്നും ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല. അപ്പോൾ 148 എത്ര വലിയ നോട്ടീസ് ആയാലും കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്നൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവസാനം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ കുറേ നോട്ടീസ് അയച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരതൊരു ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സ്ഥലം വിറ്റു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വാങ്ങി എന്ന് വിചാരിക്കൂ, 60 ലക്ഷം രൂപയ്ക്കോ സ്ഥലം വാങ്ങി. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് അവർ ചോദിക്കണത്, ഇതിൻ്റെ സോഴ്സ് എന്താണ്? മേ ബി ചിലപ്പോൾ 55 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ. അപ്പോൾ ഇത് അറിയാത്ത കാരണം ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നിങ്ങളുടെ അടുത്ത് 60 ലക്ഷം രൂപയുടെ സ്ഥലം വാങ്ങിച്ചതിൻ്റെ സോഴ്സ് ചോദിച്ചു, നിങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ അസ്യൂം ചെയ്യുന്നു ഈ 60 ലക്ഷം രൂപ നിങ്ങളുടെ വരുമാനമാണ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഇറ്റ് ഈസ് ആൻ അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം എന്നൊക്കെ പറയാം. എന്നിട്ട് ഈ 60 ലക്ഷം രൂപയ്ക്ക് എന്ത് ടാക്സ് അടിക്കും. ടാക്സ് അടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 60 ലക്ഷം രൂപയ്ക്കാട്ടും കൂടുതലായിരിക്കും അതിൻ്റെ ടാക്സ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ് വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പാനായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ ഏത് മെയിൽ ഐ ഡി ആണ് എന്നൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ SMS ഒക്കെ വരുമ്പോൾ അതിനൊരു ബഹുമാനമൊക്കെ കൊടുക്കുക, അതെന്താണെന്നൊക്കെ ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഒറിജിനൽ റിട്ടേൺ ഫയൽ ചെയ്യാതെ ബിലേറ്റഡ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് മിസ്സായി പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? നമ്മൾ ബിലേറ്റഡ് റിട്ടേൺ ആണ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് December 31 പോലും നമുക്കതിൽ റീഫണ്ടൊക്കെ കിട്ടും. നമുക്കിപ്പോൾ റീഫണ്ട് ആണെന്നുണ്ടെങ്കിൽ റീഫണ്ടൊക്കെ കിട്ടും. പക്ഷേ നേരത്തെ എനിക്ക് പറഞ്ഞ പോലെ മിസ്സായി പോകുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോസിലാണെന്ന് വിചാരിക്കും. നമ്മൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഫൈനൊക്കെ വരും. ഫൈൻ വരും, ചിലപ്പോൾ ഇൻട്രസ്റ്റ് വരും. ഫൈൻ വരും എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ ഫൈൻ വരും. 5 ലക്ഷത്തിൽ മേലെയാണ് വരുമാനം എന്നുണ്ടെങ്കിൽ 5000 രൂപ ഫൈൻ വരും. പിന്നെ നമുക്ക് ടാക്സ് ലാബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. ടാക്സ് അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ 234A പഴയ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം 234A പ്രകാരം അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് തുടങ്ങും. പിന്നെ BC അതായത് അഡ്വാൻസ് ടാക്സ് അടയ്ക്കാത്തതിൻ്റെ നമ്മൾ ഡിലേ ആവും തോറും അത്രയും നാളത്തെ ഇൻട്രസ്റ്റ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോൺസിക്വൻസസ് ഉണ്ട് അതിൽ. ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിട്ടേൺ ഫയൽ ചെയ്ത ക്ലയൻസ് പിന്നെ ഫോളോ അപ്പിന് വേണ്ടി വിളിക്കുന്നത്, എൻ്റെ റിട്ടേൺ എപ്പോൾ പ്രോസസ്സാവും, എനിക്ക് റീഫണ്ട് എപ്പോൾ ക്രെഡിറ്റ് ആവും, ഇങ്ങനെയുള്ള ഡൗട്ട്സ് ചോദിച്ചിട്ടായിരിക്കും. ശരിക്കും ഈ ഒരു പ്രോസസ്സാവുന്ന ഈ ഒരു പ്രോസസ്സ് ശരിക്കും റാൻഡംലി ആണോ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു അൽഗോരിതം ഉണ്ടോ ഇതിങ്ങനെ പ്രോസസ്സാവുന്നതിൻ്റെ? നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ITR 1, അതായത് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള റിട്ടേൺ അല്ലെങ്കിൽ ITR 4, അപ്പോൾ അങ്ങനെയുള്ള റിട്ടേൺ ഒന്നും പ്രോസസ്സ് ആവാനായിട്ട് അധികം സമയമെടുത്ത് കാണാറില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസം മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്ത ഒരാളുടെ റീഫണ്ട് നെക്സ്റ്റ് ഡേ കിട്ടി. അതായത് മിനിഞ്ഞാന്ന് റിട്ടേൺ ഫയൽ ചെയ്തു, ഇന്നലെ റീഫണ്ട് കിട്ടി. ITR 1 ആയിരുന്നു അത്. അപ്പോൾ സാധാരണ കേസിൽ ITR 1 അല്ലെങ്കിൽ ITR 4 ഒക്കെ കുറച്ച് സ്പീഡിലി പ്രോസസ്സ് ചെയ്യാറുണ്ട്, റീഫണ്ടും കൊടുക്കാറുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ആ റിട്ടേൺ പോലെ തന്നെ, കാരണം ഇപ്പോൾ ITR 2 അല്ലെങ്കിൽ ITR 3 എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ള റിട്ടേൺ ആണ്. അപ്പോൾ അത് കാരണം തന്നെ അത് പ്രോസസ്സ് ചെയ്യാനും സ്ക്രൂട്ടനൈസ് ചെയ്യാനും അതിന് കുറച്ച് സമയം മേ ബി ചിലപ്പോൾ ആവശ്യമുണ്ടായി വരാം. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് കുറേ കാര്യങ്ങൾ ക്രോസ് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് അതിൽ റീഫണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കുകയുള്ളൂ. പിന്നെ റീഫണ്ട് ഉണ്ടെങ്കിൽ പോലും അവർ ചിലപ്പോൾ വലിയ റീഫണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളൊന്ന് റീകൺഫേം ചെയ്യൂ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര അധികം ക്ലെയിം ഉണ്ടോ എന്നൊക്കെ ഒന്ന് പേടിപ്പിച്ചിട്ടൊക്കെയാണ് കൊടുക്കാറുള്ളൂ ആ സിറ്റുവേഷനിൽ. അപ്പോൾ ITR 1 ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലയൻറ്റിൻ്റെ ജനറലി ഉള്ള ചോദ്യമാണ് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്ത് എന്ന് റീഫണ്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ സാധാരണ കേസിൽ ഒരു 1 or 2 months കിട്ടാറുണ്ട്. ഈ ചില സിറ്റുവേഷനിൽ 9-10 മാസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ റിട്ടേൺ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം ഫ്രെയിമുകളൊക്കെയാണ് വരാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ, ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 25-26 ജീവിച്ചിരുന്നിരുന്ന ഒരാൾ, ഇൻകം ഉണ്ട്, എല്ലാം നോർമലായിരുന്നു, പക്ഷേ റീസെൻ്റ്ലി ആളൊരു ഡെത്ത് സംഭവിച്ചു. അങ്ങനെയുള്ളൊരു കേസിൽ ഡെത്തായിട്ടുള്ള ഒരാളെ റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റുമോ? നമുക്കങ്ങനെ ഫയൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലല്ല ആക്ച്വലി, നമ്മൾ വേറൊരു ആളുടെ അദ്ദേഹത്തിൻ്റെ ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവോ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് നമുക്കൊരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ആളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരാളുടെ ഒരു ലേഡിയുടെ ഹസ്ബൻഡ് മരിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് വേണമെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് ഒരു റീഫണ്ട് ആണെന്ന് വിചാരിക്കും, ഇപ്പോൾ ആൾക്ക് ഒരു 75,000 രൂപ
റീഫണ്ട് കിട്ടാനുണ്ട്. ഇപ്പോൾ TDS ഒക്കെ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് മരിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈഫിൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ലോഗിൻ ചെയ്തിട്ട് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയിൽ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ റിട്ടേൺ തന്നെയാണ്. പക്ഷേ അത് വെരിഫൈ ചെയ്യുന്നത് വൈഫായിരിക്കും. എന്നിട്ട് നമ്മൾ പറയും അതായത് ഡിസീസ്ഡ് ആണ്, അസസ് ഡിസീസ്ഡ് ആണ്, അപ്പോൾ നമ്മളാണ് അത് വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരാണോ നമ്മളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും എന്ത് ചെയ്യുക അതിൻ്റെ ടാക്സിൻ്റെ റീഫണ്ട് വരുന്നത്. ഇനി അതല്ല അദ്ദേഹം ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിലും നമുക്ക് ഈ സെനാരിയോ തന്നെ ഈ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. അതായത് ഹസ്ബൻഡ് ടാക്സ് അടയ്ക്കാനുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വൈഫ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ മക്കളോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് ടാക്സ് അടയ്ക്കാനായിട്ട് പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇൻകം ടാക്സുകാരാണല്ലോ അങ്ങനെ വെറുതെ വിടുകയൊന്നുമില്ല. ടാക്സ് അടയ്ക്കാനുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സേ ഒരാൾക്ക് 1 കോടിയുടെ FD ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം ഈ 1 കോടിയുടെ FD ഹസ്ബൻഡിനും വൈഫിനും അല്ലെങ്കിൽ മക്കൾക്കൊക്കെ കൊടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്പാർട്ട്മെൻറ്റിന് അതിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ടാക്സ് ലയബിലിറ്റി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ടാക്സ് ലയബിലിറ്റി ഈ ഷെയർ ചെയ്ത പോർഷൻ അതായത് എസ്റ്റേറ്റ് ഓഫ് ദ ലീഗൽ ഹയർ ഈ സ്റ്റിൽ ലയബിൾ ഫോർ ടാക്സ് എന്നാണ്. അപ്പോൾ അങ്ങനെയും കൂടി ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഒരാൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ടാക്സിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ഇനി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് റീഫണ്ട് കിട്ടാനുള്ളത് കിട്ടാതിരിക്കുന്നൊന്നുമില്ല, അതിന് ക്ലെയിം ഉണ്ടെന്നർത്ഥം. ഈ ഒരു പ്രൊസീജിയറൽ റിക്വയർമെൻറ്റ്സ് അറിയാതെ ഈ ഒരു ഡെത്ത് ആയിട്ടുള്ള ഒരാളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാതെ സ്റ്റിൽ ആളുടെ വഴി തന്നെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടുണ്ടാവുക? അത് ഒട്ടും അഡ്വൈസബിൾ അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റോങ് മരിച്ചുപോയ ഒരാൾ ജീവനുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു ഒഫൻസ് കൂടിയാണ്, അത് ക്രിമിനൽ ഒഫൻസ് കൂടിയാണ്. അത് നമ്മൾ ആൾമാറാട്ടം നടത്തിയെന്നൊക്കെ പറയില്ലേ, അതാണ് അതിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷേ അത് ഒട്ടും അഡ്വൈസബിൾ അല്ല. ഇറ്റ്സ് 100% ഇറ്റ് ഈസ് നോട്ട്. അത് നമ്മളതങ്ങനെ അങ്ങനെ ചെയ്യരുത്. ആക്ച്വലി നമുക്ക് ഇപ്പുറത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്കൊരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് റൂട്ട് ഉണ്ട്. മറ്റേ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയ ആളുടെ ആധാർ OTP ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ചിലപ്പോൾ ഇവർ ഓൺലൈനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ക്രെഡിറ്റ് ഇറ്റ്സ് ഹൈലി ഡേഞ്ചറസ് അത് ആ ഒരു സിറ്റുവേഷൻ. നമുക്കിപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് 2 ഡ്യൂ ഡേറ്റ് ആണുള്ളത് ഒറിജിനൽ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്, ജൂലൈ 31 അതുപോലെ തന്നെ ഓഗസ്റ്റ് 31. ഈ ഒരു ലിമിറ്റ് എങ്ങനെയുള്ളൊരു രീതിയിലാണ് ബാധകമാവുന്നത്? ജൂലൈ 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ITR 1 ആൻഡ് ITR 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊരു ബിസിനസ് ഇൻകം ഇല്ല എന്ന് വിചാരിക്കും. ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രാഡേ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഒരാൾക്ക് ബിസിനസ് ഇൻകം ഒന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ജൂലൈ 31 അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നർത്ഥം. അതല്ല അദ്ദേഹത്തിനൊരു ബിസിനസ് ഇൻകം ഉണ്ട് എന്ന് കരുതും, അതായത് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസോ ഇൻട്രാഡേയോ ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിൽ വേറെ എന്തെങ്കിലും ഡെറിവേറ്റീവ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സാധാരണ ബിസിനസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിനൊരു ആക്ച്വലി ഒരു ബിസിനസ് ആണ്, ഒരു പ്രൊഫഷൻ ഉണ്ട്, അദ്ദേഹം പ്രൊഫഷണലാണ്, അല്ലെങ്കിൽ ഫ്രീലാൻസ് ഒക്കെ ആയിട്ട് ചെയ്യുന്ന ആളുകൾ, കൺസൾട്ടൻസ് അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവരുടെ റിട്ടേൺ ഈ വർഷം തൊട്ട് കഴിഞ്ഞ വർഷം ഇത് രണ്ടും മുമ്പ് ജൂലൈ 31 ആയിരുന്നു. അപ്പോൾ അവരുടെ അങ്ങനെയുള്ള ആളുകളുടെ റിട്ടേൺ ആഗസ്റ്റ് 31 വരെ സമയമുണ്ട്. ആഗസ്റ്റ് 31 ഫയൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് വേറൊരു ഡേറ്റും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, ടാക്സ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആണ്. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു 1 crore എബൌട്ട് ടേൺ ഓവർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കേസ്, അല്ലെങ്കിൽ FNO ഒക്കെയാണ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഉണ്ട്, എബൌട്ട് 10 crores ടേൺ ഓവർ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒക്ടോബർ 31 ആണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. പക്ഷേ നമ്മളതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട്, ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് സെപ്റ്റംബർ 30 ഫയൽ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു 3-4 ഡ്യൂ ഡേറ്റുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ വേറെ ഒക്കെ ഡ്യൂ ഡേറ്റുകൾ വരുന്നുണ്ട്. നമ്മൾ ജനറലി ഇതാണ് നമ്മൾ ജൂലൈയും ആഗസ്റ്റുമാണ് നമ്മൾ സാധാരണ ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇപ്പോൾ ജൂലൈ 31 അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോം 1-2 അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരാൾ ജൂലൈക്ക് ശേഷം ഓഗസ്റ്റിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് ബിലേറ്റഡ് റിട്ടേൺ ആയിട്ട് തന്നെയേ ചെയ്യാൻ പറ്റുള്ളൂ. ബിലേറ്റഡ് റിട്ടേൺ ആയിട്ട് തന്നെയാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ റിട്ടേൺ, അതായത് ITR 1 or 2 നമ്മൾ ജൂലൈ 31 ശേഷം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബിലേറ്റഡ് റിട്ടേൺ തന്നെയാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ആര് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, ഏത് ഫോം ചൂസ് ചെയ്യണം, ഇനി ഓരോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്പോൾ ITR 1, 2, 3, 4 അതേപോലെ തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ചില ട്രാൻസാക്ഷൻസ് ഇത്തിരി ഹെവി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഗോൾഡ് വിൽക്കുമ്പോൾ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥലം വിൽക്കുമ്പോഴൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇപ്പോഴൊക്കെയാണ് നിങ്ങൾ ഇൻകം ടാക്സുകാർ പിടിക്കാനായിട്ട് സാധ്യതയുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതുപോലെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കോ പ്രൊഫഷണൽസിനോ ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ ടാക്സ് പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇത് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തിടുക. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടാകും. മിക്കവാറും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് സംശയങ്ങളൊക്കെ തോന്നാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംശയങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഞങ്ങൾ അതിന് റിപ്ലൈ തരാം. ഞങ്ങളുടെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.